ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 33 വാക്യം, 16:33. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അടുത്ത കാര്യങ്ങൾ, തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളെ മുൻനിർണയിച്ചുകൊണ്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഇന്ന് കഷ്ടതയോടെ, പ്രയാസത്തോടെ, കണ്ണുനീരോടെ ഇരിക്കുന്ന വ്യക്തി ജീവിതമേ, സർവത്തിൻ്റെയും പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, സർവത്തിൻ്റെയും ഉടയവനായ ദൈവം അത് നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മോചകനായി വന്നു മണ്ണിൽ, ക്രൂശിതനായി നാഥൻ, മോചകദ്രവ്യമാം തന്നുടെ മേനിയൻ ബലിയായി അർപ്പിച്ചു. യേശു ബലിയായി അർപ്പിച്ചു. മോചകനായി വന്നു യേശു, ക്രൂശിതനായി നാഥൻ. മാനവരാശിയുടെ മുഴുവൻ പാപങ്ങളും താൻ വഹിച്ചുകൊണ്ട് ക്രൂശിൽ തൻ്റെ അവസാന തുള്ളി രക്തം കൊടുത്ത, മാനവകുലത്തെ വീണ്ടെടുത്ത ആ സർവശക്തനായ ദൈവത്തെ നാം ആരാധിക്കുവാൻ, നാം സ്തുതിക്കുവാൻ നമുക്ക് അവസരം കിട്ടിയതിനായി, അനേകർക്ക് അത് കിട്ടാതിരുന്ന അവസരം നിർദോഷിയും പാപിയുമായിരുന്ന എന്നെയും ദൈവം തിരഞ്ഞെടുത്തു. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വരുവാനിരിക്കുന്ന അനർത്ഥങ്ങളെ ഓർത്ത് ദൈവം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതാണ്, ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ. അതിൻ്റെ 16 അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കുകയും അത്രയുമല്ല, നിങ്ങളെ കൊല്ലുവാൻ എല്ലാ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയുക കൊണ്ട് ഇങ്ങനെ ചെയ്യും. ആ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഞാൻ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് നാം. നമ്മുടെ ജീവിതത്തിലും കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നിന്ദനകളുണ്ട്, പരിഹാസങ്ങളുണ്ട്, അപമാനങ്ങളുണ്ട്, പലതുമുണ്ട്. എന്നാൽ നമ്മെ വിളിച്ച ദൈവം അവൻ വിശ്വസ്തനായ ദൈവമാണ്. തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസമോർത്തുകൊണ്ടാണ്
കർത്താവ് തന്നോട് പറയുന്നത്. 16 യോഹന്നാൻ സുവിശേഷം 16:4 മുതൽ വായിക്കാം. ആ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുകകൊണ്ടത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അത് കർത്താവിൻ്റെ വാക്കുകൾ കേട്ട് വളരെ ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. ഒരുപക്ഷെ ഇന്ന് കണ്ണുനീരോടെ ദുഃഖത്തിലിരിക്കുന്ന വ്യക്തി ജീവിതമേ, അതേ പ്രയാസത്തിലിരിക്കുന്ന തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതമേ, എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, എന്നെ ഒന്ന് കരുതങ്ങുവാൻ, എന്നെ ഒന്ന് സഹായിക്കുവാൻ ആരുമില്ലെന്ന് ഭാരപ്പെടുന്ന പ്രിയ മാതാവേ, പിതാവേ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവിൻ, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കൽ വരികയും അവൻ വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിച്ചുകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണുകയും ചെയ്യാവുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെടാതിരിക്കൊണ്ട് ന്യായവിധിക്ക് കുറിച്ച് തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ വഹിപ്പാൻ കഴിയില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല തത്വത്തിലും വഴി നടത്തും. തൻ്റെ അടുത്ത സമയം തൻ്റെ ക്രൂശുമരണമെന്ന് അറിയുന്ന ദൈവം, താൻ യാഗമായി മാറുന്നു എന്നറിയുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വാണിംഗ് കൊടുക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില അനർത്ഥങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില മരണ അനുഭവങ്ങൾ, ചില തകർക്കപ്പെടുന്ന അനുഭവങ്ങൾ, ചില നിന്ദിക്കപ്പെടുന്ന അനുഭവങ്ങൾ, ചില പ്രയാസപ്പെടുന്ന അനുഭവങ്ങൾ, ചില വാൾഛേദനകൾ, ചില ക്രൂശു മരണങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയ ശിഷ്യന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നതൊക്കെ സംഭവിക്കുവാൻ പോകുന്നു എന്ന് ദൈവം കർത്താവ്, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അത് വളരെ വ്യക്തമായി അവരെ ബോധിപ്പിച്ചു. അവർ അത് കേട്ട് വളരെ ദുഃഖിതരായി, നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഇനി നല്ല ഒരു ടീച്ചർ ഇവിടെ കടന്നു വരണം. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവൻ നിങ്ങളോട് കൂടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ അവനിൽ വിശ്വസിക്കൊണ്ട് പാപത്തെക്കുറിച്ച് ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെടാതിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ച് തന്നെ ഇനി വളരെ നിങ്ങളോട് പറയുവാനുണ്ട്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ വഹിപ്പാൻ കഴിയില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സമയമായി സംസാരിക്കാതെ തന്നെ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിക്കുകയും ചെയ്യും. അപ്പം യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ വരുന്ന ക്രൂശുമരണത്തെ ഒരുപക്ഷെ ശിഷ്യന്മാരോട് നേരത്തെ ബോധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും അവരുടെ ചിന്താമണ്ഡലങ്ങളില്ല. യേശു
പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ചില അനർത്ഥങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില കൊടുകാറ്റുകൾ ആഞ്ഞടിക്കുന്ന അവസ്ഥയുണ്ട്. എന്നാൽ നിങ്ങളതൊന്നും കണ്ട് ഭയപ്പെടേണ്ട, നിങ്ങളതൊന്നും കണ്ട് ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്ന് കഷ്ടതയോടെ പ്രയാസത്തോടെ ഇരിക്കുന്ന കുടുംബജീവിതമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുകയാണ്, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടതയുണ്ട് എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്ന് ഭാരത്തോടെ കണ്ണുനീരോടെ ഇരിക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ഭാരങ്ങളെ ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ, ആ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ സാധിച്ചാൽ നിശ്ചയമായി അവൻ വെടിവെക്കുന്ന ദൈവമാണ്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 11, 28, 29 വാക്യങ്ങൾ, 30 വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരും എല്ലാവരും നിങ്ങളെൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതേ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ ആകയാൽ എന്നുകമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എൻ ചുമട് ലഘുവും എൻ ഭാരം മൃദുവുമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭാരങ്ങളെ, ഇന്ന് തകർന്നിരിക്കുന്ന അവസ്ഥകളുടെ ഭാരങ്ങളെ, ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥകളുടെ ഭാരങ്ങളെ നാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ, നമ്മുടെ ഭാരങ്ങളെ യഹോവയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ, ആ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നിശ്ചയമായി അവൻ നമുക്ക് സമാധാനവും വിടുതലും സൗഖ്യവും, അതുപോലെ നമ്മെ തകർന്നിരിക്കുന്ന അവസ്ഥകളെ അവൻ നമുക്ക് പൂർണ്ണമായ വിടുതൽ നൽകുന്ന ദൈവമാണ്. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട് എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എല്ലാ ഇന്ന് തകർച്ചയുടെ അവസ്ഥകൾ, ഭവനമണ്ഡലങ്ങളെന്ന് മാറിപ്പോകട്ടെ. നിലവിളിക്കുന്ന കുടുംബ മണ്ഡലങ്ങളുണ്ട്, എന്നെ ആരും സഹായിക്കും, എന്നാൽ നിന്നെ സഹായിക്കുന്ന ഒരുവനുണ്ട്. അവൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. ആ നല്ല കർത്താവിൽ നീ ഇന്ന് ആശ്രയം വെക്കുമ്പോൾ, ഐഷാബല ഹന്തുര, നീ നിലവിളിക്കുന്ന എല്ലാ അനുഭവ മേഖലകളിലും ഇന്ന് സ്വർഗം വിടുതൽ നൽകിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, ധൈര്യപ്പെടുവിൻ, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങളുണ്ട്. നാം ജയിച്ചവൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്കും ആ ജയാളിയായി മാറുവാൻ സാധിക്കും. സകല സത്യത്തിലും നടത്തുന്ന ആ പരിശുദ്ധാത്മാവിനെ, ആ കാര്യസ്ഥൻ കടന്നു വരുമ്പോൾ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. അതേ, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.